വരുന്ന വഴിക്ക് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് കണ്ടാട്ടോ. അപ്പോൾ നാഷണൽ മോട്ടോർ സൈക്കിൾ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. അപ്പോൾ നാംബിയാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഇത് ഓൺ ദ വേ ടു കോപ്സ് ഹാർബർ, ബ്രിസ്ബാനൊക്കെ പോകുന്ന വഴിക്ക് ചെറിയൊരു ഡീറ്റൂർ എടുത്താൽ മതി നമ്മൾ. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ മൊത്തത്തിൽ കണ്ട ആ സെറ്റപ്പൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു ചെറിയൊരു ബൈക്കിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് എൻട്രി ഫീസ് ഉണ്ടോയെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ രണ്ട് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങുകളുണ്ടാവും, അത് മൊത്തം തന്നെ ഈ മോട്ടോർ സൈക്കിൾ മ്യൂസിയത്തിൻ്റെ ഒരു പോർഷനാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ 10 AM to 3 PM എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട, ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ അകത്താട്ടോ. മ്യൂസിയത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കണ്ട എല്ലാ വണ്ടികളുടെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ ഈ മോട്ടോർ സൈക്കിൾ മ്യൂസിയം കാണാൻ വരുന്നവർക്ക് ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ അത് $15 പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ $15, പിന്നെ ഒരു എക്സ്ട്രാ $10 നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു കോഫി പ്ലസ് മഫിൻ കിട്ടും. ജസ്റ്റ് ഇതാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കാണാം. ശരിക്കും മോട്ടോർ സൈക്കിൾ മാത്രമല്ല, പല തരത്തിലുള്ള പഴയ സാധനങ്ങൾ എല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ച്, പിന്നെ ഇത് മുകളിലൊക്കെ മൊത്തം കാണുന്നതുണ്ട്. പിന്നെ കിഡ്സ് ബൈക്കുകളും പണ്ടത്തെ ശരിക്കും ഒരു ആൻറ്റീക്സ് ഒരു പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പണ്ടത്തെ ഒരു ഇതിൻ്റെ ഉണ്ട്. ഈ പണ്ട് കാലത്തുള്ള ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറുകൾ, അങ്ങനെ എല്ലാം വെച്ചിട്ടുള്ളൊരു സംഭവമായിട്ടത്. ഇത് ഈ നമ്മളിപ്പോൾ ഈ കയറി വരുന്ന എൻട്രൻസിൽ തന്നെയുള്ള സംഭവങ്ങളാട്ടോ നമ്മൾ ഈ കാണുന്നത് മൊത്തം. ഇവിടെ നിന്ന് മുതലാണ് മോട്ടോർ സൈക്കിളുകൾ. ഹോണ്ടയുടെ ആ 50 കബ് എന്ന് പറഞ്ഞ മോഡല്, കവാസാക്കിയുടെ ഇങ്ങനെ കണ്ട എല്ലാം ഇങ്ങനെ നമ്പറിട്ട് ഇങ്ങനെ വച്ചേക്കട്ടോ. ആ കയറി വരുന്നിടത്ത് ശരിക്കും ഒരു ആൻറ്റീക് സംഭവം. എൻ്റെ മോനെ, ഇതൊരു സംഭവമാണ് കേട്ടോ. ഈ ഇരിക്കണത് മുഴുവൻ ബൈക്സാണ്. ഇതൊരു ഫുൾ ഡേ നമുക്ക് വന്നിട്ട് കാണാനുള്ള സാധനമുണ്ട്. ഇത് വർത്ത്. ഇപ്പം ആരെങ്കിലും ക്യൂൻസ്ലാൻഡിന് പോകുന്ന വഴിക്കൊക്കെ ഉണ്ടെങ്കിൽ നാംബിയാക്ക് എന്ന് പറഞ്ഞാൽ, നബിയാക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ ഒരു ബൈക്കൊക്കെ കണ്ട, ഇതൊക്കെ 1914 ഇതേ വേറൊരു മോഡലിരിക്കുന്നു. $1915 എൻ്റെ പൊന്നോ. മോട്ടോർ സൈക്കിൾ ഇഷ്ടമുള്ള ഈ ഒരു സൈഡിലേക്ക് വന്നാൽ ഇത് കുറേ റേസിംഗ് ബൈക്സിൻ്റെ ഒരു ഏരിയ കേട്ടോ. റേസിംഗ് ബൈക്സുകൾ ഒത്തിരി ഉണ്ട് ഇവിടെ. ഒരു തുരുമ്പം പിടിച്ച ബൈക്കാണ്, റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പഴയ മോഡലുണ്ട്. ഈ ഒരു ഏരിയയിൽ കുറേ പഴയ ബൈക്കിൻ്റെ ആക്സസറീസ് എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ അടുത്ത് ഓൾറെഡി എനിക്ക് തോന്നുന്നു 1000 ബൈക്കെങ്കിലും ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പഴയത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. എന്തായാലും ഇത് നല്ലൊരു സംഭവം കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ ഒരുമാതിരി വേൾഡിൽ ഇറങ്ങിയേക്കുന്ന എല്ലാ ബൈക്കുകളുടെയും തന്നെ ഒരു മോഡൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. റോയൽ എൻഫീൽഡിൻ്റെ ഇതിങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം. ഇത് തീ പിടിച്ച് കത്തിപ്പോയ വണ്ടിയുടെ ഇത് കണ്ടിട്ട് എനിക്ക് ഹാർലിയാണോ തോന്നുന്നു. ഹാർലിയുടെ ഫാറ്റ് ബോയ് ആണോ സോഫ്റ്റ് വെയർ ആണോ ഒരു മോഡൽ കേട്ടോ. മൊത്തം കത്തിപ്പോയി. വേറൊരു ബൈക്ക്
ഏറ്റവും ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഇറങ്ങിയേക്കണ ഒരുമാതിരിപ്പെട്ട ബൈക്കുകളുടെ എല്ലാം തന്നെ നമുക്ക് ഐഡിയ കിട്ടും. ഇപ്പം എൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ടോ, ഈ ശരിക്കും പറഞ്ഞാൽ യമഹയുടെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. എന്താ യമഹയുടെ ഒരു കുഞ്ഞു ബൈക്കാണ്, ഇത്രേ ഉള്ളൂ. ഇത് കിഡ്സ് ബൈക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ കണ്ടോ, അങ്ങനത്തെ ഒരു ഇതിലൊക്കെ ഉള്ള കുറേ ബൈക്സുകളും അതിൻ്റെ ഒരു സംഭവങ്ങളും കണ്ട തൗസൻഡ്സ് ഓഫ് ബൈക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ വന്നിങ്ങനെ കണ്ട് എല്ലാം ഇങ്ങനെ പഴയ സാധനങ്ങളാട്ടോ. ഈ പഴയ ബൈക്കും വിൻറ്റേജ് ബൈക്സ് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഇവിടെ വരണം. ഇത് ശരിക്കും സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു 2.5 hours കോഫ്സ് ഹാർബർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളൂ. നബിയാക്ക് എന്നാണ്. ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ജസ്റ്റ് നാഷണൽ മോട്ടോർ സൈക്കിൾ മ്യൂസിയം എന്ന് അടിച്ചാൽ മതി, അപ്പോൾ ഇത് കിട്ടും നമുക്ക്. നാഷണൽ മോട്ടോർ സൈക്കിൾ മ്യൂസിയം എന്ന് അടിച്ചാൽ തന്നെ ഇത് കയറി വരും. അത്രയ്ക്ക് ഫേമസ് ആണിത്. ഫേമസ് റേസുകളിലെല്ലാം ഇങ്ങനെ വിൻ ചെയ്ത ബൈക്കുകളും പിന്നെ ഫേമസ് റേസേഴ്സൊക്കെ അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈക്കുകളൊക്കെ ആട്ടോ ഈ ഏരിയയിൽ കൂടുതൽ ഇങ്ങനെ കാണിച്ചാൽ. കണ്ടോ, നോട്ടൻ്റെയൊക്കെ ആ പഴയ മോഡൽ വണ്ടികളുണ്ട്. എന്ത് രസമാണല്ലേ. ഓ കൊള്ളാട്ടോ. പിന്നെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റൈഡിങ് ഗിയറുകൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ഈ ഒരു ഏരിയയിലൊക്കെ. ഈ ഒരു ഏരിയയിൽ നിന്നല്ല കേട്ടോ, ഇത് മൊത്തം ഇതാണ്. എൻ്റെ പൊന്നോ, ഇനി ഞാനൊരു അടിപൊളി സംഭവം കാണിച്ചു തരാം. 1921 ഒരു ബൈക്ക്. ഇത് ബൈക്കാണോ കാറാണെന്ന സംശയം തോന്നിപ്പോൾ. എൻ്റെ ബാക്കിൽ കണ്ട എന്നാ സാധനം നോക്കി വേണ്ട. ഇത് ശരിക്കും ബൈക്കാണോ കാറാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും, കാരണം അതുമാതിരിയുള്ളൊരു ഡിസൈൻ. എൻ്റെ എൻജിൻ എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം ഉണ്ടോ, ആ കുഞ്ഞൊരു സംഭവം. 1921 എന്ന് പറഞ്ഞാൽ അത്രയും ടെക്നോളജി അതുള്ളൂ. അന്നേരമാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്നാലേ. ഇത് വേറൊരു മോഡൽ റേസിങ്ങിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡഗ്ലസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് വേറൊരു ഗ്രീൻ കളറിലുള്ള കുറേ വണ്ടികളെല്ലാം നന്നായിട്ട് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. റീസ്റ്റോർ ചെയ്തിട്ടാണ് ഇതിലധികം ഡിസ്പ്ലേക്ക് വെച്ച് തന്നെ കേട്ടോ. അല്ലാതെ ചുമ്മാ അങ്ങനെ ഒരു ഒറിജിനൽ കണ്ടീഷൻ കീപ്പ് ചെയ്യാനായിട്ട് കുറേ ഇതുണ്ട്. പിന്നെ റീസ്റ്റോർ ചെയ്യുന്നത്. പിന്നെ 100 കണക്കിന് എൻജിനുകൾ പഴയ മോഡൽ. ശരിക്കും ഈ ബൈക്കിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓരോ ടൈപ്പ് എൻജിൻ, ഇതുവരെ ഇറങ്ങിയേക്കുന്ന വ്യത്യസ്തമായ എൻജിൻസ് എന്തൊക്കെ ടൈപ്പാണ് ബൈക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടോ. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഇത് ഈ ഒരു സെക്ഷനിൽ. ഇതിൻ്റെ ബാക്കിൽ ഇരിക്കുന്നതെന്ന് കണ്ട ചെറിയ ബൈക്കുകൾ. ബൈക്കുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഷേപ്പാണത്. എന്താ എൻജിനൊക്കെ വമ്പൻ സൈസാണ്. പഴയ സ്കൂട്ടർ, പണ്ട് കാലത്ത് ആളുകൾ ട്രിപ്പൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്കൂട്ടറുകളൊക്കെയാണ്. ഇത് കണ്ടാലും തീരില്ല. അത് കണ്ട ലോകത്തിൽ ആകെ 4 കാറാണ് ഉണ്ടാക്കിയേക്കണത്. ഇത് അമേരിക്കയിൽ ഉണ്ടാക്കിയതാണെന്ന് എഴുതിയേക്കണേ. ഇയർ എഴുതിയേക്കണേ 1914. ട്രോംബ്ലി വണ്ടിയുടെ ബ്രാൻഡ് നെയിം കണ്ട. ഈ ഫ്രണ്ടിൽ ഇത് ഇങ്ങനെ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ട്. ഈ സെക്ഷൻ മൊത്തം UK ബ്രാൻഡാ. അതായത് BSAയുടെ തന്നെ പഴയ മോഡലുകൾ. ഇനി ഞാൻ BSAയുടെ തന്നെ 1920 ഇറങ്ങിയൊരു ബൈക്സ് ഉണ്ട് എൻ്റെ ബാക്കിലേക്ക്. എന്ന രസം നോക്കിയത് പച്ച കളർ 1920. മോട്ടോ ഗുസി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് അവരുടെ പഴയ വണ്ടി ഉണ്ടോ. പ്ലീസ് ഡു നോട്ട് ടച്ച് മോട്ടോർ സൈക്കിളിന് ഇതുണ്ട്. നമ്മൾ ടച്ച് ചെയ്തൊന്നുമില്ല. ഉണ്ടോ അവരുടെ പഴയ മോഡൽ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വച്ചേക്കണൊക്കെ BSAയുടെ ഓരോരോ മോഡലുകളാണ്. മോട്ടോർ സൈക്കിൾ മ്യൂസിയത്തിലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യുക. അപ്പോൾ എൻജോയ് ചെയ്യുക. ഇതിൻ്റെ തുടക്കക്കാരിലൊരാളായിരുന്നു ചെയ്യാമോ, റിച്ചാർഡ് ആദർസ്റ്റീൻ. റിക്കിൻ്റെ ഒരു കാറ് നമ്മളവിടെ കണ്ടായിരുന്നു, മോർഗൻ എന്ന് പറഞ്ഞ മോഡൽ.